എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റിനെ കുറിച്ചും അതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് അതുപോലെ ആഡ് ചെയ്യൽ എന്നിവയെക്കുറിച്ചുമുള്ള അതുപോലെ തന്നെ ടോക്കൺ ഫീ പേയ്മെൻറ്റിനെ കുറിച്ചുമുള്ള എല്ലാവിധ സംശയങ്ങളും ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, പുതുതായിട്ട് BASLP കോഴ്സിലേക്ക് അതായത് കാസർഗോഡ് രാജീവ് ഗാന്ധി കോളേജിലേക്ക് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതായത് ഒരു കോളേജ് വന്നിട്ടുണ്ട്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ആ ഒരു കോളേജിലേക്ക് ഓപ്ഷൻ നൽകാം. അത് സെൽഫ് ഫിനാൻസ് കോളേജാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള ഫീ പേയ്മെൻറ്റ് അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ചലാൻ വഴിയോ അടക്കാം. അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഓഗസ്റ്റ് 22-ാം തീയതിക്കകം ആണ്. അപ്പോൾ ഓഗസ്റ്റ് 22-ാം തീയതിക്കകം ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ റീ അറേഞ്ച് ചെയ്യാവുന്നതും ആണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച് ഫീ പേയ്മെൻറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് വരുന്ന സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കപ്പെടുന്നതും ആയിരിക്കില്ല. അതുപോലെ തന്നെ 19-ാം തീയതി അതായത് ഓഗസ്റ്റ് 19-ാം തീയതി ഈ ഒരു ഫീ പേയ്മെൻറ്റ് ഓൾറെഡി നടത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾ നിലവിൽ ഇപ്പോൾ വീണ്ടും ഫീ പേയ്മെൻറ്റ് നടത്തേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ BASLP കോഴ്സിന് കാസർഗോഡ് രാജീവ് ഗാന്ധി കോളേജിൽ പുതുതായിട്ട് ആ ഒരു കോളേജ് ഓപ്ഷനായിട്ട് വന്നിട്ടുണ്ട്. അത് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വിദ്യാർത്ഥികളുടെ സംശയങ്ങളിലേക്ക് വരാം. അപ്പോൾ വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട സംശയങ്ങൾ നോക്കുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ആദ്യം തന്നെ എങ്ങനെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യം തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. സൈഡിലായിട്ട് 3 ലൈൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ആപ്ലിക്കേഷൻ നമ്പർ ചോദിക്കും. ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്ത ശേഷം രജിസ്ട്രേഷൻ ID-യും പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജ് എത്തുന്നതാണ്. ആ ഒരു പേജ് അല്പം താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നോ അലോട്ട്മെൻറ്റ് എന്നും അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ടഡ് എന്നും വ്യൂ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ആ ഒരു പേജിൽ റീ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻസ് ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ വ്യൂ അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിലേക്ക് പോകാവുന്നതും ഏത് കോളേജിൽ ഏത് കോഴ്സിൽ ആണ് ഏത് ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പേജിൽ മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് വഴിയാണ്, അതായത് നിങ്ങൾ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ചലാൻ എന്നുള്ളൊരു ഓപ്ഷനും കാണാൻ സാധിക്കും. ഓൺലൈൻ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, UPI, നെറ്റ് ബാങ്കിങ് എന്നിങ്ങനെയൊക്കെയുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് നൽകി ആ ഒരു ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓഫ്ലൈനായിട്ട് അതായത് ചലാൻ വഴിയാണെങ്കിൽ നിങ്ങൾക്ക് ചലാൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖ വഴി നിങ്ങൾക്ക് ഈ ഒരു ചലാൻ എടുത്തുകൊണ്ട് പോയിട്ട് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതും ചലാൻ്റെ ബാക്കി ഭാഗം നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചു വെക്കാവുന്നതും ആണ്. ബാങ്ക് വഴിയാണ് അടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 24 ഹവേഴ്സിന് ശേഷമായിരിക്കും നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തതായിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ വരിക. ഓൺലൈനായിട്ടാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഓൺലൈനായിട്ടാണ് അടക്കുന്നതെങ്കിൽ അതിൻ്റെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അത് അഡ്മിഷൻ ടൈമിൽ ആവശ്യമായിട്ട് വരും. ബാങ്ക് വഴിയാണ് എങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു ചലാൻ്റെ ബാക്കി ഭാഗം നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അക്ഷയ വഴിയും ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അക്ഷയയിലെ അക്കൗണ്ടിൽ ഫീ അടക്കാനുള്ള, അതായത് അത്രയും പൈസ ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഈ ഒരു ഫീ പേയ്മെൻറ്റ് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ UPI പോലുള്ളവയോ ഉപയോഗിച്ചുകൊണ്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അതായത് ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ID ചോദിക്കുന്നതാണ്. അത് കറക്റ്റായിട്ട് നൽകി വാലിഡേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു ഫീ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്.
ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റിന് മുമ്പായിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്യണോ എന്ന് ചോദിക്കാറുണ്ട്. കിട്ടാത്ത വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ മാത്രമേ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതുള്ളൂ. അവർക്ക് മാത്രമേ മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലെ ഈ ഒരു ഇൻഡെക്സ് പേജിൽ നിങ്ങൾക്ക് അലോട്ടഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാവുന്നതും അതുപോലെ തന്നെ ഏത് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് കാണാൻ സാധിക്കും. ആ ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ലിസ്റ്റാണ് ഇത്. അതായത് ഈ ഒരു പേജിൽ വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ഫീ പെയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ഭാഗത്ത് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, അതായത് ഓൾറെഡി ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കിവിടെ എത്ര രൂപയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് നിലവിൽ ഈ ഒരു കോളേജ് എന്ന് പറയുന്നത് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് കണ്ണൂരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അതായത് 23,150 രൂപ ഈ ഒരു വിദ്യാർത്ഥി ഇന്നലെ ഫീ പേയ്മെൻറ്റ് ചെയ്തതായിരിക്കുമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇന്നലെ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് 23,150 എന്ന് വന്നിട്ടുള്ളത്. അതുപോലെ നിങ്ങൾ ഇന്നലെ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ നോക്കുന്ന സമയത്ത് അവരുടെ ഫലം തടഞ്ഞു വെച്ചതായിട്ട്, അതായത് ഫ്രീസ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയത് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ LBS സെൻറ്ററുമായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ടതും എന്തുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് ഫ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതും അത് പരിഹരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതും ആണ്. കാരണം ഒരു വിദ്യാർത്ഥി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വിദ്യാർത്ഥിയുടെ അലോട്ട്മെൻറ്റ് ഫ്രീസ്ഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നത് എന്നുള്ളത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നുള്ളത് റിമാർക്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുക. ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് LBS സെൻറ്ററിൽ കോൺടാക്റ്റ് ചെയ്ത് ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. LBSൻ്റെ കോൺടാക്റ്റ് നമ്പർ ഈ ഒരു വെബ്സൈറ്റിലും അതുപോലെ തന്നെ പ്രോസ്പെക്ടസിലും കൃത്യമായിട്ട് LBSൻ്റെ സെൻറ്റേഴ്സിൻ്റെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് കോൺടാക്റ്റ് അസ് എന്നുള്ളതിൽ LBSൻ്റെ ആ ഒരു ഹെഡ് ഓഫീസിലെ നമ്പേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ബാങ്ക് വഴി ആണെങ്കിൽ 24 hours എടുക്കും. അതുപോലെ തന്നെ ഓൺലൈനായിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫീ പെയ്ഡ് എന്നുള്ള ഭാഗത്ത് ആ ഒരു സ്റ്റാറ്റസിൻ്റെ, അതായത് ആ ഒരു ഫീ പെയ്ഡ് എന്നുള്ള ഭാഗത്ത് എത്ര രൂപയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്തത് എന്നുള്ളത് കൃത്യമായിട്ട് വന്നിട്ടുണ്ടാകും. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് എത്ര രൂപയാണ് ഫീസ് വരിക എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിച്ചൊരു കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഗവൺമെൻറ് കോളേജിൽ BSc നഴ്സിംഗ് കോഴ്സാണ് കിട്ടിയതെങ്കിൽ 23,150 രൂപയാണ് ടോക്കൺ ഫീ ഇനത്തിൽ, അതായത് ആകെ കോഴ്സ് ഫീസ് ഇനത്തിൽ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഓൺലൈനായിട്ട് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യണം. സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ 25,000 രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ഇനത്തിൽ വരുന്നത്. ബാക്കി ഫീസ് അഡ്മിഷൻ ടൈമിലാണ് അടക്കേണ്ടത്. SC ST OEC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ടോക്കൺ ഫീ ഇനത്തിൽ എവിടെ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും 1000 രൂപ മാത്രമാണ് അടക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് വരുന്നത്. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച അടുത്ത സംശയമായിരുന്നു സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് അതുപോലെ തന്നെ ഓപ്ഷൻ കൺഫർമേഷൻ. ഇത് എല്ലാ വിദ്യാർത്ഥികളും ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി നമുക്ക് ആ ഒരു സംശയത്തിലേക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്താൽ ഫസ്റ്റ് കിട്ടിയ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംശയമാണ്, അല്ലെങ്കിൽ അതൊരു പേടിയാണ്. അപ്പോൾ എന്താണ് ആ ഒരു കാര്യം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഇന്നലെ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. ഓഗസ്റ്റ് 22 ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ സീറ്റ് നിങ്ങൾ കൺഫേം ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പ്രൊഫൈലിൽ ഫീ പേയ്മെൻറ്റ്, അതായത് ഈ ഒരു ഫീ പേയ്മെൻറ്റ് റെസിപ്റ്റ് എന്നുള്ള ഭാഗത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ച് വയ്ക്കുക. അതുപോലെ തന്നെ
വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓപ്ഷൻ റീ അറേഞ്ച്മെൻ്റ് ആണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ടുള്ളത്. ഇത് ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടാതെ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ മാത്രം ചെയ്യുക. അത് നിർബന്ധമുള്ള കാര്യമല്ല. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരു 100 ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾക്കൊരു 5ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്ന് കരുതുക. അതായത് ഇപ്പോൾ അത് എങ്ങനെയാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഇപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്ന് കരുതുക. അപ്പോൾ ഈ ഒരു ഹയർ ഓപ്ഷൻ നിലനിർത്തണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ഡിലീറ്റ് ആയി പോകുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള ഒരു സംശയമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം നോക്കാം. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു 5ാമത്തെ ഓപ്ഷനിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളിപ്പോൾ ഹയർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ്റെ മുകളിലുള്ള മറ്റ് ഓപ്ഷനുകളെയാണ് ഹയർ ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്. അത് ഗവൺമെൻറ് കോളേജിൽ നഴ്സിംഗ് ആണ് എന്ന് കരുതുക. അപ്പോൾ അതിപ്പോൾ നഴ്സിംഗ് ആണ് എങ്കിൽ നിങ്ങൾക്കിപ്പോൾ നഴ്സിംഗിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ പിന്നീട് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഈ ഒരു ഹയർ ഓപ്ഷൻ മുഴുവനായിട്ട് ഇവിടെ നിലനിർത്തിയിട്ടുണ്ട് എന്ന് കരുതുക. അതിപ്പോൾ ഏത് ഓപ്ഷൻസും ആയിക്കോട്ടെ, അതായത് ഏത് കോഴ്സും ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്കിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മാറ്റം ലഭിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച സീറ്റ് പോവുകയും നിങ്ങൾ ഇപ്പോൾ അടച്ചിട്ടുള്ള ആ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് പുതുതായിട്ട് ഏത് ഓപ്ഷനിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് ആ ഒരു കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതും പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും കോളേജ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അതിന് താഴെയുള്ള എല്ലാവിധ ഓപ്ഷൻസും ഡിലീറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോൾ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് നിലനിർത്തുകയാണ് എങ്കിൽ ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ്റെ മുകളിൽ ഏതെങ്കിലും ഓപ്ഷനിലേക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള കോളേജിലായിരിക്കും നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരിക. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയുള്ള കോളേജ് നഷ്ടപ്പെടുന്നത് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു ഓപ്ഷൻസ്, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് എന്ന് കരുതുക. അപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് താല്പര്യമുണ്ട്. ഇനി മുകളിലുള്ള ഓപ്ഷൻസ് ഒന്നും നിങ്ങൾക്ക് വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള സീറ്റ് അവിടെ കൺഫേം ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഹയർ ഓപ്ഷൻസ് ഒന്നും ഇനി അടുത്ത അലോട്ട്മെൻറ്റിലൊന്നും വേണ്ട, ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഓപ്ഷൻസിൽ തന്നെ മതി. ആ ഒരു ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യുക. ഇനി എങ്ങനെയാണ് ഈ ഒരു ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ഫോർ സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ഈ ഒരു റീ അറേഞ്ച്മെൻറ്റ് ഓപ്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങൾ മുൻപ് നൽകിയിട്ടുണ്ടായിരുന്ന ഓപ്ഷൻസ് എല്ലാം കാണാൻ സാധിക്കുന്നതല്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് അത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു അലോട്ട്മെൻറ്റ് കിട്ടി. ഇപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്. അപ്പോൾ അങ്ങനെയെങ്കിൽ അതിന് മുകളിലായിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് 1 മുതൽ 4 വരെയുള്ള ഓപ്ഷൻസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ്റെ മുകളിൽ എത്ര ഓപ്ഷൻസ് ഉണ്ട് ആ ഒരു ഓപ്ഷൻസ് മാത്രമാണ് അവൈലബിൾ കോളേജസ് ഓർ കോഴ്സസ് ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവിടെ കാണാനായിട്ട് സാധിക്കുക. ഇപ്പോൾ നിലവിൽ ഈ ഒരു വിദ്യാർത്ഥിക്ക് എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടാത്തത് കൊണ്ടാണ് ആ ഒരു വിദ്യാർത്ഥി നൽകിയിട്ടുള്ള എല്ലാ ഓപ്ഷൻസും ഇവിടെ കാണുന്നത്. നിങ്ങൾക്കിപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള അലോട്ട്മെൻറ്റ് ലഭിച്ച ഓപ്ഷൻ ഏതാണോ ആ ഒരു ഓപ്ഷൻ്റെ മുകളിലുള്ള ബാക്കിയുള്ള ഓപ്ഷനുകൾ മാത്രമാണ് ഈ ഒരു അവൈലബിൾ കോളേജസ് ആൻഡ് കോഴ്സസ് എന്ന് പറഞ്ഞുള്ള, അതായത് അവൈലബിൾ കോളേജ് ഓർ കോഴ്സ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു BA SLP കോഴ്സിലേക്കുള്ള കോളേജ് കൂടി നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു കോളേജ് ഓപ്ഷനായിട്ട് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ആ ഒരു ഓപ്ഷൻ ആഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ അവിടെ ആ ഒരു ഓപ്ഷൻ നെക്സ്റ്റ് ഓപ്ഷനായിട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ അതായത് ഈ ഒരു പേജിൽ ഇപ്പോൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തത് ഇപ്പോൾ ആ ഒരു BA SLP കോഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ
ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ഈ ഒരു കോഴ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിലവിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ ഓപ്ഷൻസ് ആയിട്ട് പരിഗണിക്കപ്പെടുന്ന ഓപ്ഷൻസുകൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഈ ഒരു ലിസ്റ്റിൽ നിന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതുപോലെ ഏതെങ്കിലും ഓപ്ഷൻസ് അതുപോലെ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും. അതുപോലെ ഏതെങ്കിലും ഓപ്ഷൻ വേണ്ട എന്നാണെങ്കിൽ അതെങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളത് കൂടി പറയാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള ഓപ്ഷൻസിലുള്ള റിമൂവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഏതെങ്കിലും ഓപ്ഷൻ്റെ സ്ഥാനം ചേഞ്ച് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ്റെ ബോക്സിലുള്ള നമ്പർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഏതൊരു രീതിയിലാണ് ചേഞ്ച് ചെയ്യേണ്ടത് ആ ഒരു രീതിയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതും. അതുപോലെ നിങ്ങളുടെ മുഴുവൻ ഓപ്ഷൻസും വീണ്ടും ചെക്ക് ചെയ്ത് ഏതെങ്കിലും ഓപ്ഷൻസിന് നമ്പർ നൽകാനായിട്ട് വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് കൂടി പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്ത ശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നൽകിയുള്ള എല്ലാവിധ കോളേജുകളുടെ ലിസ്റ്റും താഴെയായിട്ട് ലിസ്റ്റായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അല്ല, നിങ്ങൾക്കിപ്പോൾ ഒരു 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയിട്ടുള്ളത്. അത് സാറ്റിസ്ഫൈഡ് ആണ്. ഇനി ഹയർ ഓപ്ഷൻസും വേണ്ട എന്നാണെങ്കിൽ ഇവിടെയുള്ള റിമൂവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് വേണം, ഹയർ ഓപ്ഷൻസ് അവിടെ നിലനിർത്തുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് നിലനിർത്തുകയും അതുപോലെ തന്നെ അടുത്ത അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ ആ ഒരു പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയുള്ള കോളേജിലേക്ക് മാറേണ്ടതായിട്ട് വരുന്നതും നിലവിൽ കിട്ടിയിട്ടുള്ള കോളേജും നിങ്ങൾക്ക് നഷ്ടമാകുന്നതും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് അറേഞ്ച് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും എന്തെങ്കിലും എഡിറ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയുള്ള സേവ് ബട്ടണിൽ എഡിറ്റ് ചെയ്ത ശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്കിയുള്ള ഓപ്ഷൻസ് ഇവിടെ താഴെയായിട്ട് ലിസ്റ്റഡ് ആയിട്ട് വരുന്നതും ആയിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യണം, അതുപോലെ എഡിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓഗസ്റ്റ് 22-ാം തീയതിക്കുള്ളിൽ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. ഓഗസ്റ്റ് 19-ാം തീയതി ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ വീണ്ടും ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അലോട്ടഡ് ലിസ്റ്റിൽ നിന്നും നിങ്ങളുടെ പേരിൻ്റെ സ്ഥാനത്ത് പേരിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നിങ്ങൾക്ക് അവിടെ ഫീ പേയ്മെൻറ്റ് എന്നുള്ള ആ ഒരു ഭാഗത്ത് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലേ എന്നുള്ള കാര്യം നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അതായത് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടില്ല എന്നുള്ളത് പരിശോധിച്ച് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.